ഹരി ഓം. ദശകം 37, ശ്ലോകം 7. ഉദ്വാഹവസിതോ തദീയസഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതതയാഗതപധിരഥേ വ്യോമോദ്ധയാതൊദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമദാത്. പദച്ഛേദം നോക്കാം. ഉദ്വാഹ അവസിതൗ, അതാണ് ഉദ്വാഹ അവസിതൗ എന്നുള്ളതാണ് ഉദ്വാഹാവസിതൗ. അപ്പോൾ അവിടെ ആ എന്നുള്ള അക്ഷരം മാറിയിട്ട് ഹാന്ന് നീണ്ടുവരുന്നു. ഒരുമിച്ച് വായിക്കുമ്പോൾ ഉദ്വാഹാവസിതൗ, പിരിക്കുമ്പോൾ ഉദ്വാഹ അവസിതൗ. തദീയ സഹജഃ കംസഃ അധ കംസോധ സമ്മാനയൻ. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതഃ പഥി രഥേ വ്യോമ ഉദ്ധയാ തുത് ഗിരാ. ഏതൗ സൂതതയാ ഗതപധിരഥേ വ്യോമോദ്ധയാ ത്വദ്ഗിര. വ്യോമ ഉദ്ധയ, അതാണ് വ്യോമോദ്ധയാ ത്വദ്ഗിര. അസ്യാഹ ത്വാം, അസ്യാഹ ത്വാം. അവിടെ പിരിക്കുമ്പം വിസർഗമുണ്ട്. ആ പിരിച്ചു മാറ്റി ഒറ്റപ്പദം പറയുമ്പോഴത്തേനും അസ്യാസ്ത്വാമാവുന്നു. അസ്യാസ്ത്വാം അതിദുഷ്ടം, അസ്യാസ്ത്വാമതിദുഷ്ടം അഷ്ടമസുതഃ. അസ്യാസ്ത്വാമതിദുഷ്ടം അഷ്ടമസുതഃ. സുതഃ എന്നുള്ളത് സുതോ എന്നാവുന്നു. ഹന്താ ഇതി ഹന്തേരി. ഹന്ത ഈരിതഃ ഹന്തേരിതഃ. അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേരി ഹന്തേരിതഃ. സന്ത്രാസാത് സഹ തു ഹന്തും അന്തികഗതാം. ഹന്തും അന്തികഗതാം തന്വീം കൃപാണീം അധാത്. കൃപാണീം അധാത്, കൃപാണീം അധാത്. സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത്. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതപധിരഥേ വ്യോമോദ്ധയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത്. ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. ആദ്യം അന്വയം പറയാം. ഉദ്വാഹാവസിതൗ അധ തദീയ സഹജഃ കംസഃ ഏതൗ സമ്മാനയൻ സൂതതയാ ഗതഃ പധിരഥേ അതിദുഷ്ടം ത്വാം അസ്യാഹ അഷ്ടമസുതഃ ഹന്താ ഇതി വ്യോമോദ്ധയാ ത്വദ്ഗിരാ ഹന്ത ഈരിതഃ. സഹ തു സന്ത്രാസാത് അന്തികഗതാം തന്വീം ഹന്തും കൃപാണീം അധാത്. ഉദ്വാഹാവസിതൗ അധ, വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ. ആരുടെ വിവാഹം? ദേവകീ വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് അധ പിന്നെ. തദീയ സഹജഃ കംസഃ ഏതൗ സമ്മാനയൻ സൂതതയാ ഗതഃ. തദീയ സഹജഃ കംസഃ, ആ ദേവകിയുടെ സഹോദരനായ, സഹജഃ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ആ ദേവകിയുടെ സഹോദരനായ കംസൻ ഏതൗ സമ്മാനയൻ സൂതതയാ ഗതഃ. ഇവരെ എന്നുവെച്ചാൽ ആ ദേവകീ ദേവന്മാരെ നന്നായി മാനിച്ചുകൊണ്ട്, അതാണ് സമ്മാനയൻ, നന്നായി മാനിച്ചുകൊണ്ട് താൻ തന്നെ സാരഥിയായിട്ട് പോവുകയും സൂതതയാ ഗതഃ,
സാരഥിയായിട്ട് പോവുകയും പഥിരഥേ ആ വഴിക്ക് വഴിക്ക് രഥേ തേരിൽ വെച്ച് തന്നെ അതിദുഷ്ടം ത്വാമസ്യാഹ അഷ്ടമസുതഃ ഹന്ത ഇതി വ്യോമോദ്ധയാ ത്വദ്ഗിര ഹന്ത ഈരിതഃ. പഥിരഥേ വഴിക്ക് തേരിലിരിക്കുമ്പോൾ തന്നെ മഹാദുഷ്ടനായ നിന്നെ ഇവളുടെ 8ാമത്തെ പുത്രൻ കൊല്ലും എന്നിങ്ങനെയുള്ള ഭഗവാന്റേതായ അശരീരി കേട്ടു. കഷ്ടമേ. അപ്പം എന്നിട്ട് ക്ഷോഭിക്കുകയും ചെയ്തു. ആരാണ് ക്ഷോഭിച്ചത്? കംസൻ പെട്ടെന്ന് ക്ഷോഭിച്ചു ഇത് കേട്ടുടനെ തന്നെ. പഥിരഥേ അതിദുഷ്ടം, ഇത്രയും ദുഷ്ടനായ ത്വാം നിന്നെ, അസ്യാഹ ഇവളുടെ, അഷ്ടമസുതഃ 8ാമത്തെ പുത്രൻ, ഹന്ത കൊല്ലും, ഇതി എന്നിങ്ങനെയുള്ള വ്യോമോദ്ധയ അശരീരി. ആരുടെ അശരീരിയാണ്? ഭഗവാന്റേതായ അശരീരി. ത്വദ്ഗിര അങ്ങനെ അശരീരി കേട്ടു, ആ ഭഗവാന്റേതായിട്ടുള്ള ആ വാക്ക് കേട്ടു. ഹന്ത എന്നുള്ളതാണ് കഷ്ടമേ ഈരിതഃ. എന്നിട്ട് ക്ഷോഭിക്കുകയും ചെയ്തു, കംസൻ ക്ഷോഭിക്കുകയും ചെയ്തു. സഹ തു ആ കംസനാകട്ടെ എന്നിട്ട് സന്ത്രാസാദ് നന്നെ പേടിച്ചു വിറച്ചു, നന്നായിട്ട് പേടിച്ച് വിറച്ചിട്ട് അന്തികഗതാം തന്വീം അടുത്തു തന്നെ ഇരുന്നിരുന്ന ആ സാധു സ്ത്രീയെ, ആരെ? ദേവകിയെ, അടുത്തു തന്നെ ഇരുന്നിരുന്ന ആ സഹോദരിയായ ദേവകിയെ ഹന്തും കൃപാണീമധാത് സംഹരിക്കാനായിട്ട് വാളെടുക്കുകയും ചെയ്തു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, വിവാഹം കഴിഞ്ഞ ശേഷം ദേവകിയുടെ സഹോദരനാകുന്ന കംസൻ ദമ്പതികളെ തേരിലിരുത്തി സ്വയം തന്നെ തേരു തെളിച്ച് അവരെ നല്ലവണ്ണം ബഹുമാനിച്ചു. ആ അവസരത്തിൽ വഴിമധ്യത്തിൽ വെച്ച്, ഹേ കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ അതിദുഷ്ടനായ നിന്നെ വധിക്കും എന്ന് ആകാശത്തു നിന്ന് അങ്ങയുടെ വാക്കുകൾ കേൾക്കപ്പെട്ടു. ഭയചകിതനായ കംസനാകട്ടെ തേരു നിർത്തി ദേവകിയെ കൊല്ലുവാൻ തൻ്റെ വാളൂരി. കംസൻ വിചാരിച്ചത് എന്താണ്? അവളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അവളിൽ നിന്നുണ്ടാകുന്ന 8ാമത്തെ എന്നല്ല ഒരു കുട്ടിയെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. എന്നാൽ പിന്നെ ആ ദേവകിയെ അങ്ങ് തട്ടിക്കളയാം എന്ന് വിചാരിച്ചു. ഉദ്വാഹാവസിതോ തദീയ സഹജ കംസോധ സമ്മാനയൻ ഏതൗ സൂതദയാഗതപധിരഥേ വ്യോമോദ്ധയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേരി ഹന്തേരിതഃ സന്ത്രാസാത് സദുഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത്.